വെറും ഒരു മനുഷ്യൻ, ഒരു സയൻറ്റിസ്റ്റായ മനുഷ്യൻ. അദ്ദേഹം മനുഷ്യരുടെ ദൈനംദിന ജീവിതം കുറച്ചുകൂടെ സുഖകരമാക്കി മാറ്റാൻ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. എന്നാൽ ആക്സിഡൻ്റലി ആ കണ്ടുപിടുത്തങ്ങൾ കാരണം തന്നെ കോടിക്കണക്കിന് ആളുകൾ മരിക്കാൻ തുടങ്ങി. വരാൻ പോകുന്ന തലമുറ അല്പം ഇൻ്റലിജൻസ് കുറഞ്ഞിട്ടുള്ള തലമുറയായി മാറി. അതായത് നിലവിലുള്ള നമ്മളുടെ ഇൻ്റലിജൻസ് മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികരുടെ ഇൻ്റലിജൻസിനേക്കാൾ അല്പം കുറവാണ്. അതിൻ്റെ കാരണക്കാരൻ ഈ ഒരൊറ്റ മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യർ കുറച്ചുകൂടെ ആക്രമണ സ്വഭാവമുള്ള മനുഷ്യരാണ്. അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ഇതേ മനുഷ്യൻ തന്നെ. ഇന്ന് നമ്മൾ പ്രകൃതിയുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന 2 എൻവയോൺമെൻറ്റൽ ഹസാർഡുകളുണ്ട്. ഇപ്പോഴും അത് സോൾവ് ചെയ്തിട്ടില്ല. വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമിയിൽ അത് സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കും കാരണക്കാരനായത് ഈ ഒരൊറ്റ സയൻറ്റിസ്റ്റാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുക അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഒരു മാഡ് സയൻറ്റിസ്റ്റ്, ഭ്രാന്തനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണെന്നോ ഒക്കെ ആയിരിക്കും. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്നാൽ അദ്ദേഹം ലോകത്തിൽ തന്നെ അനവധി ആളുകളുടെ മരണത്തിന് കാരണമായി മാറി. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1944 ആ കാലഘട്ടത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കെമിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ക്ലെയർ പാറ്റേഴ്സൺ. അദ്ദേഹത്തിന് ഒരു മികച്ച അവസരം കിട്ടി. സുപ്രധാനമായിട്ടുള്ള മാൻഹാറ്റൻ പ്രോജക്റ്റിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചത്. മാൻഹാറ്റൻ പ്രോജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓപ്പൻഹൈമറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത്. പേടിക്കേണ്ട, ഈ ഒരു വീഡിയോ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചൊന്നുമല്ല, പക്ഷേ അതുമായി അല്പം റിലേറ്റഡാണ്. മാൻഹാറ്റൻ പ്രോജക്റ്റൊക്കെ കഴിഞ്ഞു, യുദ്ധം അവസാനിച്ചു. അതിനുശേഷം അദ്ദേഹം PhDക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് മാൻഹാറ്റൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു ജോലിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. യുറേനിയത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വകഭേദങ്ങളുണ്ട്. അതിനെയെല്ലാം മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് വേർതിരിക്കണം. അതേ എക്സ്പീരിയൻസ് തന്നെ PhDയിൽ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തനിക്ക് അനായാസമായിട്ട് തന്നെ PhD കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അദ്ദേഹം ഇത്തവണ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ പ്രായമാണ്. അതിനുപയോഗിക്കുന്നത് ഏതാണ്ട് മുൻപ് അദ്ദേഹം ഉപയോഗിച്ച അതേ വിദ്യയും. എങ്ങനെയാണ് നമുക്ക് ഭൂമിയുടെ പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അതിനുള്ള മാർഗം നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പാറ്റേഴ്സൺ മനസ്സിലാക്കി. അത് പാറകളാണ്, റേഡിയോ ആക്റ്റീവ് പാറകൾ. റേഡിയോ ആക്റ്റീവ് ഡീക്കേയിലൂടെ കൃത്യമായിട്ട് ആ പാറകളുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന അനവധി പൊടിപടലങ്ങളും അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള പാറകളുമൊക്കെ കൂടിച്ചേർന്നിട്ടാണ്. അങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ള ആദ്യകാല മെറ്റീറോയിഡിൽ ഒന്നിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ പഴക്കം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് യുറേനിയം 238 എന്ന ഒരു എലമെൻറ്റിനെ എടുക്കാം. അത് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് റേഡിയോ ആക്റ്റീവ് ഡീക്കേയിലൂടെ മറ്റു പല എലമെൻറ്റുകളായി മാറും. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഒടുവിൽ ലെഡായി അവശേഷിക്കും. ഒരുപാട് പഴക്കമുള്ള നമ്മുടെ സൗരയൂഥത്തിൻ്റെ തുടക്കഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രൈമോഡിയൽ റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ റോക്കിൽ എത്രമാത്രം യുറേനിയവും എത്രമാത്രം ലെഡുമുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൗരയൂഥത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ഏകദേശം എത്രത്തോളം പ്രായമുണ്ടെന്ന് കണക്ക് കൂട്ടാം. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം തിരഞ്ഞെടുത്തത് സിർക്കോൺ ക്രിസ്റ്റലാണ്. സിർക്കോൺ ക്രിസ്റ്റലിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തുടക്കഘട്ടത്തിൽ, അതായത് ഈ ക്രിസ്റ്റൽ നാച്ചുറലി ആദ്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൽ ഒട്ടും തന്നെ ലെഡ് ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ അതിൽ യുറേനിയം ഉണ്ടായിരിക്കും. യുറേനിയം പിന്നീട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ലെഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന സിർക്കോൺ ക്രിസ്റ്റലിൽ എത്രമാത്രം യുറേനിയം 238 ഉണ്ടെന്നും എത്രമാത്രം ലെഡ് ഉണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഭൂമിയുടെ പ്രായം കണക്ക് കൂട്ടാൻ സാധിക്കും. ഈ പരീക്ഷണം പാറ്റേഴ്സൺ ഒറ്റയ്ക്കല്ല നടത്തിയത്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും 2 വ്യത്യസ്ത ടാസ്കുകളാണ് ചെയ്തത്. അതിനുവേണ്ടി ഉപയോഗിച്ചത് ഒരേ സാമ്പിൾ തന്നെ.
അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വിദ്യാർത്ഥി ചെയ്തത് ആ പാറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ എത്രമാത്രം യുറേനിയം ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ പാറ്റേഴ്സിൻ്റെ പരീക്ഷണം വിജയിച്ചില്ല. അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ലെഡിനേക്കാൾ വളരെയധികം കൂടുതലാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ലെഡ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ കുറേയധികം ലെഡ് അതിൻ്റെ ഉള്ളിൽ എത്തപ്പെട്ടു. എവിടെ നിന്നൊക്കെയാണെന്ന് അദ്ദേഹം പരിശോധിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ലെഡുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലെഡുണ്ട്, അദ്ദേഹം പരീക്ഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ടേബിളിൽ ലെഡുണ്ട്, അവിടെയുള്ള വായുവിൽ പോലും ലെഡുണ്ട്. എങ്ങനെയാണ് ഇവിടെ മുഴുവനും ലെഡുണ്ടായത്? ശാസ്ത്രീയമായിട്ട് തിയററ്റിക്കലി ഇത്രയധികം ലെഡ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാൻ ഒരു വകുപ്പുമില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ലാബിലും കയ്യിലും വസ്ത്രങ്ങളിലും വായുവിലും ഒക്കെ കണ്ടെത്തിയ അധികമായിട്ടുള്ള ലെഡ് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് മറ്റൊരു ലോകത്തേക്കായിരുന്നു. ആ ലോകം ഇന്നത്തെ ലോകത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അതിലേക്ക് വരണമെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ അല്പം പിന്നിലേക്ക് പോകണം. 1908 അമേരിക്കയിലെ ഡെട്രോയിറ്റ്. അവിടെ പ്രായമായ ഒരു സ്ത്രീ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. കാർ ഓടി പിന്നീട് ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കയറി. പാലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ കാർ അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കാർ ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ആ പ്രായമായ സ്ത്രീക്ക് ആ കാർ പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് ഒരു മോട്ടോർ ബൈക്കും ഓടിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യൻ എത്തിച്ചേരുന്നത്. ബൈറൺ കാർട്ടർ. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാർ നിർമ്മാണ കമ്പനി പോലും ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ സഹായിക്കാം എന്ന രീതിയിൽ അദ്ദേഹം കാറിൻ്റെ മുൻപിലേക്ക് പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയല്ല അന്നത്തെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംപ്ലി ഒരു സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കീ തിരിച്ചുകൊണ്ട് വാഹനം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അതിന് വാഹനത്തിൻ്റെ ഏറ്റവും മുൻപിലേക്ക് പോകണം. അവിടെ ഒരു മെറ്റൽ ക്രാങ്ക് കാണും. അത് നന്നായി ഒന്ന് കറക്കണം. ബൈറൺ നേരെ ആ കാറിൻ്റെ മുൻപിലേക്ക് പോയി. അവിടെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ മെറ്റൽ ക്രാങ്ക് ശക്തമായി കറക്കാൻ തുടങ്ങി. അതങ്ങനെയൊന്നും കറങ്ങില്ല, പതിയെ പതിയെ കറങ്ങി മാത്രമേ അത് പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വേഗതയിൽ അത് ആഞ്ഞ് കറങ്ങാൻ തുടങ്ങി. ആ മെറ്റൽ ക്രാങ്ക് അദ്ദേഹത്തിൻ്റെ താടിയലിൽ വന്നിടിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുകളേറ്റു. പിന്നീട് ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഹെൻറി ലെയ്ലാൻഡ്. അദ്ദേഹവും ഒരു വാഹന നിർമ്മാതാവാണ്. പ്രശസ്തമായ കാഡിലാക് മോഡൽ വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹമാണ് അതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ ഈ മരണവാർത്ത ശരിക്കും വേട്ടയാടി. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് സംഭവിച്ചതുപോലുള്ളൊരു മരണം മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല. അതിന് നിലവിലുള്ള സിസ്റ്റം തന്നെ മാറ്റണം. ഇപ്പോൾ ആളുകൾ പ്രയാസപ്പെട്ട് അപകടകരമായ രീതിയിലാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യമാകണം. അതിനുവേണ്ടിയായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ. അതിന് നേരിട്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി വിദഗ്ധനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനെ, ഒരു ഇൻവെൻറ്ററിനെ അദ്ദേഹം കൊണ്ടുവന്നു. വെറും 3 വർഷം കൊണ്ട് അയാൾക്ക് പുതിയൊരു കാറ് നിർമ്മിക്കാൻ സാധിച്ചു. കാഡിലാക് മോഡൽ 30. മുമ്പുണ്ടായിരുന്ന കാറുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വെറുതെ ഒരു പുഷ് ബട്ടണിൽ അമർത്തിയാൽ മാത്രം മതി, കാറ് ഉടനെ സ്റ്റാർട്ടാകും. ഉടനെ സ്റ്റാർട്ടാകുമെന്ന് മാത്രമല്ല, മുൻപുണ്ടായിരുന്ന കാറുകളേക്കാൾ കൂടുതൽ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഫോർഡിൻ്റെ ഒരു കാറാണ് മോഡൽ ടി. ആ മോഡൽ ടിയേക്കാൾ വളരെയധികം ഉയർന്ന ഹോഴ്സ് പവർ ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആളുകൾ ഫോർഡൊക്കെ ഉപേക്ഷിച്ച് കൂടുതലായി കാഡിലാക് വാഹനങ്ങൾ, പ്രത്യേകിച്ചും ഈ മോഡൽ 30 വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ, ശക്തമായ വേഗതയിൽ കുതിച്ചു പോകാനും സാധിക്കും. പക്ഷേ ഈ കാറിനൊരു പ്രശ്നമുണ്ട്. കാതടപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദമാണ് ഇതുണ്ടാക്കുന്നത്. സാധാരണ ഒരു വാഹനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു പിസ്റ്റൺ കാണും. ആ പിസ്റ്റൺ വായുവിനെയും ഫ്യുവലിനെയും ഉയർന്ന മർദ്ദത്തിലേക്ക് പിടിച്ച് താഴ്ത്തും, അല്ലെങ്കിൽ അതിനെ പ്രസ് ചെയ്ത് ഉയർന്ന മർദ്ദത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവിടെ ഒരു ചെറിയ ഇഗ്നീഷൻ കൊടുക്കും. ആ ഇഗ്നീഷൻ കൊടുക്കുമ്പോൾ അത് ശക്തമായിട്ട് ഒരു ഊർജ്ജമുണ്ടാക്കും. അത് കത്താൻ തുടങ്ങും. അതിനെ തുടർന്ന് പിസ്റ്റൺ ശക്തമായ വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അതിലൂടെ വാഹനത്തിൻ്റെ വീല് ചലിക്കും, വാഹനം മുന്നോട്ട് ഓടും.
പക്ഷേ ഈ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന മോഡൽ 30ക്ക് ഒരു പ്രശ്നമുണ്ട്. അതിശക്തമായിട്ടുള്ളൊരു പ്രഷർ ഈ വായുവും അതുപോലെ ഫ്യൂലും അടങ്ങിയിരിക്കുന്ന മിശ്രിതത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇഗ്നീഷൻ വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ഫ്യൂവലിൻ്റെ ഒരു എക്സ്പ്ലോഷൻ നടക്കും. ഇഗ്നീഷന് മുമ്പ് തന്നെ ശക്തമായിട്ടുള്ള എക്സ്പ്ലോഷനോടുകൂടി അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ എക്സ്പ്ലോഷൻ കാരണം അവിടെ ശക്തമായിട്ടുള്ള ശബ്ദമുണ്ടാകും. കൂടാതെ കൂടുതൽ വേഗതയിൽ ഇത് സഞ്ചരിക്കാനും തുടങ്ങും. ഈ കാതടപ്പിക്കുന്ന ശബ്ദം അതൊരു അസ്വസ്ഥത തന്നെയായിരുന്നു. എങ്കിൽ പോലും ആളുകൾ കൂടുതലായി ഈ വാഹനം മേടിക്കാൻ തുടങ്ങി. ആ ശബ്ദം അല്പമൊന്ന് സഹിച്ചാലും പെട്ടെന്ന് വാഹനം ഓടിക്കാമല്ലോ. മുൻപത്തെ പോലെ അപകടകരമായിട്ടുള്ള രീതിയിൽ ക്രാങ്ക് പിടിച്ച് തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ ഇത് മാത്രമല്ല പ്രശ്നം. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത് കാരണം ആ എൻജിന് തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. പെട്ടെന്നല്ല, വാഹനം കുറച്ച് നാളൊക്കെ ഓടിക്കഴിയുമ്പോൾ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങി. ഒടുവിൽ വാഹന നിർമ്മാതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. ബിസിനസ് ലാഭകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നിലവിലുള്ള ഫ്യുവൽ അങ്ങ് മാറ്റണം. ആ ഫ്യുവൽ ചുമ്മാ അങ്ങ് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. അതിശക്തമായിട്ടുള്ള മർദ്ദത്തിലും ഫ്യുവലിന് നിലനിൽക്കാൻ സാധിക്കണം. അത് എക്സ്പ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇഗ്നീഷൻ വരുമ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി അത്തരത്തിലുള്ളൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ബുദ്ധിമാനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു 27 വയസ്സുകാരനെ ഹയർ ചെയ്തു. അദ്ദേഹമാണ് തോമസ് മിറ്റ്ലെ ജൂനിയർ. തോമസ് മിറ്റ്ലെ തനിക്ക് കിട്ടാവുന്ന എല്ലാ കെമിക്കലുകളും ഉപയോഗിച്ചിട്ട് പെട്രോളുമായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഒക്ടെയ്ൻ നമ്പർ എന്നൊക്കെ പറയത്തില്ലേ പെട്രോളിൻ്റേത്, ഉയർന്ന ഒക്ടെയ്ൻ നമ്പർ ആണെങ്കിൽ അവിടെ ഈ പറഞ്ഞ എക്സ്പ്ലോഷൻ അങ്ങനെ നടക്കില്ല. അതിശക്തമായിട്ടുള്ള പ്രഷറിൽ പോലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ ഒക്ടെയ്ൻ നമ്പർ തന്നെ വന്നത്. അതിൻ്റെ തുടക്കഘട്ടത്തിലാണ് മിറ്റ്ലെയുടെ ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹം പെട്രോളുമായിട്ട് കണ്ട വസ്തുക്കളൊക്കെ മിക്സ് ചെയ്ത് നോക്കി. എന്തിന്, മദ്യവും ബട്ടറും വരെ അദ്ദേഹം മിക്സ് ചെയ്ത് നോക്കി. ബട്ടർ ഒരു വലിയ പരാജയമായിരുന്നെങ്കിലും ആൽക്കഹോൾ അത് വിജയം തന്നെയാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ മദ്യം ഒരു നോക്കിംഗ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് നല്ല വിലയാണ്. വളരെ ചീപ്പായിട്ടുള്ളൊരു വസ്തു വേണം. അത് കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നടന്നത്. 5 വർഷങ്ങൾ കടന്നുപോയി. 1921 ഡിസംബർ മാസം 3-ാം തീയതി അദ്ദേഹം വിചിത്രമായിട്ടുള്ള ഒരു കെമിക്കൽ കൂടി ഉപയോഗിച്ച് പരീക്ഷണം നടത്തി. അതൊരു വലിയ വിജയമായി മാറി. ആ കെമിക്കലിൻ്റെ പേരാണ് ടെട്രാ ഈഥൈൽ ലെഡ്. ഒരുപാട് ടെട്രാ ഈഥൈൽ ലെഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫുൾ ടാങ്ക് പെട്രോൾ ടാങ്കിലേക്ക് ഇതിൻ്റെ ഏതാനും ചില തുള്ളികൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനു പുറമെ ഇതിൻ്റെ വിലയും വളരെ വളരെ കുറവാണ്. ഇത് കാര്യമായിട്ടുള്ള ഗന്ധമൊന്നും ഉണ്ടാക്കുന്നില്ല. സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോസിന് ഒരു ഫോൺ കോൾ ചെയ്തു. നമ്മൾ കോടീശ്വരന്മാരാകാൻ പോകുന്ന വാർത്ത അദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ അവർ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് കൊളാബറേഷൻ ഉണ്ടാക്കി. കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ കൂടുതലായി ടെട്രാ ഈഥൈൽ ലെഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ടെട്രാ ഈഥൈൽ ലെഡിൻ്റെ പിന്നിൽ ഒരു വില്ലൻ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇതിൻ്റെ ഇൻവെൻറ്ററിനും ആ കമ്പനിക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ലെഡാണ് ആ വില്ലൻ. വർഷങ്ങൾക്ക് മുമ്പ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ലെഡ് ഉണ്ടാക്കാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആ കമ്പനി കൂടുതലായി ടെട്രാ ഈഥൈൽ ലെഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പുറം ലോകത്തെ ലെഡിൻ്റെ കാര്യം അറിയിച്ചില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ ഒരു മാജിക് എലമെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു, അതിൻ്റെ പേര് ഈഥൈൽ എന്നാണ്. ബോധപൂർവം ലെഡ് എന്ന പേര് തന്നെ അവരങ്ങ് ഒഴിവാക്കി. ഇത് നന്നായി വിറ്റഴിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ റേസിംഗ് കാറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ഇന്ധനമാണ്, ലെഡ് കലർത്തിയിട്ടുള്ള ഇന്ധനം. അങ്ങനെ ലെഡ് കലർത്തിയിട്ടുള്ള ഇന്ധനം ഉപയോഗിച്ച് ഓടിയ കാറുകളാണ് അന്നത്തെ കോമ്പറ്റീഷനിലൊക്കെ വിജയിച്ചത്. കോമ്പറ്റീഷനിൽ മാത്രമല്ല, സാധാരണക്കാരും ഈ ഇന്ധനം ഉപയോഗിച്ചിട്ട് അവരുടെ വാഹനം ഓടിക്കാൻ തുടങ്ങി. പക്ഷേ അപകടം പതിയെ മറനീക്കി പുറത്തേക്ക് വന്നുകൊണ്ട് തന്നെ ഇരുന്നു. അവർക്ക് കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ കൂടുതലായി ഈഥൈൽ ഉൽപ്പാദിപ്പിക്കണം. അതിനുവേണ്ടി അവർ ഒരു വലിയ ഫാക്ടറി തന്നെ നിർമ്മിച്ചു. അവിടെ പണിയെടുക്കാൻ ഒരുപാട് തൊഴിലാളികളും. ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ ആരംഭിച്ച് ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ബോധം കെട്ട് വീഴാൻ തുടങ്ങി. പലർക്കും ലെഡ് പോയ്സണിങ് ആയിരിക്കുന്നു. അതിൽ 5ഓളം പേർ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തു. ആളുകളിൽ പെട്ടെന്ന് തന്നെ ഒരു ഭീതി ഉണ്ടായി. മാധ്യമങ്ങളൊക്കെ ഇത് നന്നായി ആഘോഷിച്ചു. പുതിയ ഇന്ധനത്തിൽ അടങ്ങിയിരിക്കുന്നത് ലെഡാണ്. ആ ലെഡ് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇവിടെ ഉണ്ടാക്കും.
അങ്ങനെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് മെറ്റ്ലെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തുന്നത്. ആ പ്രസ് കോൺഫറൻസിൽ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ടെട്രാ ഈഥൈൽ ലെഡ് എടുത്തു. അതിനുശേഷം അദ്ദേഹം 1 മിനിറ്റ് നേരം അദ്ദേഹത്തിൻ്റെ മൂക്കിനോട് ചേർത്ത് വെച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. 1 മിനിറ്റിന് ശേഷം എല്ലാവരോടും ചിരിയോടുകൂടി കോൺഫിഡൻസോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇത് എന്നെ ഒരു രീതിയിലും ഒരു രോഗിയാക്കില്ല. എല്ലാ ദിവസവും ഇത്തരത്തിൽ ശ്വസിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് രോഗിയാകില്ല. കൂടുതലായി ഇന്ധനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെയിരുന്നു കമ്പനി വലിയ രീതിയിൽ ലാഭമുണ്ടാക്കി. ഹാർവാർഡിലും മറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഉണ്ടായിരുന്ന ഗവേഷകരും ഡോക്ടേഴ്സുമൊക്കെ നിരന്തരമായി കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു ഈ കമ്പനിക്ക്. ലെഡ് ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിലവിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥകളെ അവർ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ മെറ്റ്ലെയോ അദ്ദേഹത്തിൻ്റെ കമ്പനിയോ കൂട്ടാക്കിയില്ല. അതിൻ്റെ കാരണം കോടിക്കണക്കിന് ഡോളേഴ്സിൻ്റെ ലാഭമാണ്. ഓരോ ദിവസവും കമ്പനി കുതിച്ചുയർന്നുകൊണ്ട് തന്നെയിരുന്നു. ലെഡുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്ന കമ്പനി ഉച്ചത്തിൽ ആക്രോശിച്ചു. ലെഡ് നമ്മുടെ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു എലമെൻ്റാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു എലമെൻറ്റ് നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കില്ല. പ്രശ്നമുണ്ടാക്കുന്നു എന്ന് ആളുകൾ പറയുന്നത് വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ലെഡിൻ്റെ കൂടെ അല്പം കൂടി ലെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല. ഇനി നമുക്ക് 1950കളിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ക്ലെയർ പാറ്റേഴ്സൺ അവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പരീക്ഷണമൊക്കെ കുളവായി. കാരണം ലെഡ് എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലാബിൽ മാത്രമല്ല, നമ്മുടെ ഭൂമിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ലെഡ് അടിഞ്ഞുകൂടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ലെഡിനെ അദ്ദേഹത്തിൻ്റെ ലാബിൽ നിന്ന് ഒഴിവാക്കണം. ലാബ് അമോണിയ ഒഴിച്ച് വൃത്തിയായിട്ട് അദ്ദേഹം കഴുകി. ഒരു തവണ കഴുകിയാൽ പോരാ, എല്ലാ ദിവസവും അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷമേ അവിടെ പരീക്ഷണം നടത്താൻ പാടുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന സകല ഇലക്ട്രിക് വയറുകളും അദ്ദേഹം നീക്കം ചെയ്തു. കാരണം ഈ വയറുകളിലൊക്കെ ലെഡ് അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ലാബിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. മറ്റുള്ള സയൻറ്റിസ്റ്റുകളെ കൊണ്ടും അദ്ദേഹം അത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ലാബിലുണ്ടായിരുന്ന ലെഡ് അടങ്ങിയ വാതകത്തെ അല്ലെങ്കിൽ വായുവിനെ അദ്ദേഹം പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളഞ്ഞു. പകരം ഫിൽട്ടർ ചെയ്തിട്ടുള്ള ലെഡ് ഇല്ലാത്ത വായുവിനെ ലാബിൻ്റെ ഉള്ളിലേക്കും പമ്പ് ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യത്തെ അൾട്രാ ക്ലീൻ ലബോറട്ടറി സെറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീണ്ടും പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിനൊടുവിൽ അദ്ദേഹത്തിന് കൃത്യമായി ലെഡിൻ്റെ അളവ് അളന്നെടുക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയുടെ പ്രായം 4.55 ബില്യൺ വർഷങ്ങളാണെന്ന്, അതായത് 455 കോടി വർഷങ്ങളാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ള വ്യക്തി നൊബേൽ പ്രൈസും വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹം മതിയാക്കിയില്ല. ഇവിടെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലെഡിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. അത് കാരണമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്രജ്ഞനായിട്ടുള്ള അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. പക്ഷേ കമ്പനികളും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് ലെഡ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി വരുന്നതാണ്. ഇത്രയും അളവിൽ തന്നെ ലെഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിനോടൊപ്പം അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് പൈസ കൊടുത്ത് ആ കമ്പനി ഓരോ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും പറയിപ്പിക്കുന്നതായിരുന്നു. ശാസ്ത്രീയമായിട്ട് തന്നെ ഇതൊന്ന് പഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. ആദ്യം അദ്ദേഹം സമുദ്രത്തിൻ്റെ പരപ്പിലുണ്ടായിരുന്ന ജലം ശേഖരിച്ച് അതിലെത്രമാത്രം ലെഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ലെഡിനെയാണ് അവിടുന്ന് കിട്ടിയത്. പിന്നീട് കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോയി അവിടെ നിന്നും ജലം കളക്ട് ചെയ്തു. ആ ജലത്തിൽ ലെഡിൻ്റെ അളവുണ്ട്, പക്ഷേ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അത് കുറവാണ്. പിന്നെയും ആഴങ്ങളിലേക്ക് പോയി. അങ്ങനെ ആഴങ്ങളിലേക്ക് പോയി അദ്ദേഹം 4 കിലോമീറ്റർ താഴ്ചയുള്ള ജലം വരെ ശേഖരിച്ചു. അവിടെ ലെഡിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. ഏറ്റവും മുകളിൽ, അതായത് ജലത്തിൻ്റെ പരപ്പിൽ മാത്രമാണ് കൂടുതലായിട്ട് ലെഡ് അടങ്ങിയിരിക്കുന്നത്. അതായത് മഴയിലൂടെ മാത്രമാണ് ലെഡ് അവിടെ വരുന്നത്. മഴയിലൂടെ എങ്ങനെയാണ് ലെഡ് വരുന്നത്? വാഹനങ്ങൾ ഇപ്പോൾ ലക്ഷക്കണക്കിനാണ് നിരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനങ്ങളൊക്കെ വെളിയിലേക്ക് പുറന്തള്ളുന്ന വായുവിൽ ലെഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ലെഡ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നീട് മഴ പെയ്യുമ്പോൾ ആ മഴയോടൊപ്പം ജലത്തിലേക്ക്, സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പരപ്പിലേക്ക്
അതുമല്ലെങ്കിൽ മനുഷ്യരുടെയും മറ്റ് മൃഗങ്ങളുടെയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ലെഡ് അങ്ങനെ ഇത്രയും അളവിൽ നാച്ചുറലി ഉണ്ടാകുന്നതല്ല, മനുഷ്യർ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സത്യം അദ്ദേഹം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പാറ്റേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അദ്ദേഹം കുപ്രചരണം നടത്തുകയാണ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നൊക്കെയാണ് കമ്പനി മറ്റ് പല ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും പറയിപ്പിച്ചത്. പക്ഷേ പാറ്റേഴ്സൺ അതുകൊണ്ടൊന്നും വെറുതെ നിന്നില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണല്ലോ, അദ്ദേഹത്തിന് ശാസ്ത്രീയമായിട്ട് തന്നെ ഇത് തെളിയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി അദ്ദേഹം നേരെ പോയത് ഗ്രീൻലാൻഡിലേക്കാണ്. അവിടെ ഒരുപാട് ഐസ് കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി അവിടെ അടിഞ്ഞു കിടക്കുന്ന ഐസിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്തരീക്ഷത്തിലെ ലെഡിൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാം. മഞ്ഞ് പെയ്യുമ്പോൾ ആ മഞ്ഞിനോടൊപ്പം അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന ലെഡും ആ മഞ്ഞിൻ്റെ ഭാഗമായി മാറുമല്ലോ. അദ്ദേഹമാണെങ്കിൽ പ്രായമളക്കുന്നതിൽ മിടുക്കനുമാണ്. വളരെ ആഴങ്ങളിലേക്ക്, ആ മഞ്ഞുപാളികളുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം കുഴിച്ചുപോയി. ഓരോ പാളികളും ഏത് കാലഘട്ടത്തിൽ പെയ്തിറങ്ങിയതാണെന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു. റോമൻ കാലഘട്ടത്തിലാണ് ലെഡിൻ്റെ അളവ് കൂടുതലായി കണ്ടു തുടങ്ങിയത്. കാരണം ആ കാലഘട്ടത്തിലാണ് ആദ്യമായി മെറ്റലുകൾ മനുഷ്യൻ ഉരുക്കി പല ആയുധങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതായത് അതിനു മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ലെഡിൻ്റെ അളവ് താരതമ്യേന വളരെ കുറവാണ്. മുകളിലേക്ക് വരും തോറും ലെഡിൻ്റെ അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ലെഡിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അത് ബ്ലാക്ക് ഡെത്തിൻ്റെ കാലഘട്ടമായിരുന്നു. നമ്മുടെ ഇവിടെ കോവിഡ് കാലഘട്ടം ഉണ്ടായതുപോലെ പ്രാചീന യൂറോപ്പിലും ലോകത്തിൻ്റെ മറ്റ് പല മേഖലകളിലും ബ്ലാക്ക് ഡെത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വ്യാവസായിക ശാലകളൊക്കെ ഏറെക്കുറെ അടഞ്ഞു തന്നെ കിടന്നു. അതുകൊണ്ട് തന്നെ ലെഡിൻ്റെ അളവ് ആ ഘട്ടങ്ങളിൽ കുറവായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ പാളിയിലേക്ക് വരുമ്പോൾ ലെഡിൻ്റെ അളവ് അതിഭീകരമായ അളവിലാണ് കൂടി വരുന്നത്. ഇതിനുമപ്പുറം അദ്ദേഹം കുറച്ചുകൂടെ കടുത്ത ചില പരീക്ഷണങ്ങൾ കൂടി നടത്തി. പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അസ്ഥിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഈജിപ്തിലും പെറുവിലുമൊക്കെ മരിച്ച ആളുകളുടെ മമ്മിയുണ്ടല്ലോ, ആ മമ്മിയിലെ അസ്ഥികളെടുത്ത് അദ്ദേഹം അത് പഠനത്തിന് വിധേയമാക്കി. അതിൽ എത്രമാത്രം ലെഡുണ്ടെന്ന് കണക്ക് കൂട്ടിയെടുത്തു. ശേഷം ഇപ്പോഴുള്ള മനുഷ്യരുടെ അസ്ഥിയിൽ എത്രയാണ് ലെഡിൻ്റെ അളവെന്നും കണക്ക് കൂട്ടി. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഏകദേശം ഒരു 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കാൾ 1000 ഇരട്ടി ലെഡാണ് നമ്മുടെ ഇപ്പോഴുള്ള മനുഷ്യരുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ അസ്ഥിയിലുള്ളത്. ഈ ലെഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം കാൽസ്യത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ലെഡ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കരുതുന്നത് അത് കാൽസ്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ ശേഖരിച്ച് നമ്മുടെ അസ്ഥിയിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെയാണ് കാൽസ്യത്തിനോടൊപ്പം നമ്മുടെ അസ്ഥിയിൽ ലെഡും കയറിപ്പറ്റിയത്. ഇത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനാണ്. ബ്രെയിൻ സെൽസുമായിട്ട് നമ്മുടെ ഇൻ്റലിജൻസിന് ഒരു കോറിലേഷൻ ഉണ്ട്. ബ്രെയിൻ സെൽസിന് കാൽസ്യത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിലേക്ക് ലെഡും കടന്നുകൂടി. കാൽസ്യം ആണെങ്കിൽ അതിന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ ലെഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ദുർബലമായിരിക്കും. ഇത് മനുഷ്യരുടെ ഇൻ്റലിജൻസിനെ കാര്യമായി തന്നെ സ്വാധീനിക്കും. കൊച്ചുകുട്ടികളിൽ വളരെ ചെറിയ അളവിലെങ്കിലും ലെഡ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻ്റലിജൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അവർക്ക് പഠന വൈകല്യങ്ങളുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം പോലും അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന കുറേയധികം മനുഷ്യരുടെ IQ പരിശോധിച്ചു. ആ IQ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ IQവിനേക്കാൾ വളരെ കുറവായിരുന്നു. മൊത്തത്തിൽ ഏകദേശം 80 കോടി IQ പോയിൻറ്റുകളുടെ കുറവുണ്ടെന്നാണ് ആ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ മിഡ്ഗ്ലേയുടെ പരീക്ഷണം കാരണം നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന ഏകദേശം എല്ലാ മനുഷ്യരുടെയും ഇൻ്റലിജൻസ് അല്പമൊന്ന് താന്നു. മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ റേസിൻ്റെ തന്നെ കുതിച്ചുചാട്ടത്തിന് ഒരു വലിയ കടിഞ്ഞാണായി അദ്ദേഹത്തിൻ്റെ ഗവേഷണം പ്രവർത്തിച്ചു. ഇൻ്റലിജൻസ് കുറയുന്നതിനോടൊപ്പം തന്നെ മനുഷ്യർ കൂടുതൽ അപകടകാരികളായിട്ട് മാറി. മനുഷ്യർക്ക് അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെയായി. 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും മറ്റുള്ള ആളുകളെ കാര്യമായിട്ടുള്ള റീസൺസ് ഒന്നുമില്ലാതെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഒരുപാട് നരഹത്യകൾ നടക്കുന്നു.
ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു തോക്കെടുത്ത് വെടിവെച്ചങ്ങ് കൊല്ലുകയാണ്, അല്ലെങ്കിൽ കൈ കെട്ടുന്ന ഒരു മാരക ആയുധമെടുത്ത് തലതല്ലി പൊട്ടിക്കുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പോലീസ് സിസ്റ്റത്തിനോ ഗവേഷകർക്കോ സാധിച്ചില്ല. പക്ഷേ അവർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി, ചില സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി. അവരുടെ ആ അനാലിസിസുകളൊക്കെ എത്തിച്ചേർന്നത് ലെഡിലേക്കാണ്. ഏറ്റവും കൂടുതൽ നരഹത്യകൾ, ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ജനിച്ചു വീണത് അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ലെഡ് ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിയിരുന്ന കാലഘട്ടത്തിലാണ്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ലെഡ് നമ്മുടെ അസ്ഥികളിലേക്കും ബ്രെയിൻ സെൽസിലേക്കും മാത്രമല്ല പോകുന്നത്, കൂടാതെ രക്തം കൊണ്ടുപോകുന്ന ആർട്ടറികളിലേക്കും പ്രവേശിക്കും. ആർട്ടറിയിലേക്ക് കൂടുതൽ ലെഡുകൾ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സ്റ്റിഫാകും. അങ്ങനെ സ്റ്റിഫായിട്ടുള്ള ആർട്ടറി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏകദേശം 10 കോടി ആളുകളെങ്കിലും ഈ ലെഡ് കാരണം ഹൃദയാഘാതം വന്ന് മരിച്ചിട്ടുണ്ട്. തോമസ് മിഡ്ലിയുടെ കണ്ടുപിടുത്തങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനി ജനറൽ മോട്ടോഴ്സ് അദ്ദേഹത്തിന് പുതിയൊരു ദൗത്യം കൊടുത്തു. ആ കാലഘട്ടങ്ങളിൽ റെഫ്രിജറേറ്റേഴ്സ് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവിടെ അഗ്നിബാധ ഉണ്ടാകും. അതിനെ തുടർന്ന് അനവധി വീട്ടമ്മമാർ വെന്തു മരിച്ചിട്ടുമുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. റെഫ്രിജറേറ്ററുകളിൽ ആ കാലഘട്ടത്തിൽ കൂളൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നതിൽ പലതും വിഷവാതകങ്ങളായിരുന്നു. ചിലതൊക്കെ വലിയ പൊട്ടിത്തെറികൾക്കും കാരണമായി മാറി. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പൊട്ടിത്തെറിക്കാത്ത, വിഷവാതകമല്ലാത്ത ഒരു വാതകത്തെ കണ്ടുപിടിക്കണം. മെഡ്ലെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലങ്ങൾ അത്തരത്തിലുള്ള ഒരു ഗവേഷണത്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഒടുവിൽ ഒരു മാജിക് വാതകം അദ്ദേഹം കണ്ടെത്തി. ക്ലോറോ ഫ്ലൂറോ കാർബൺ, അല്ലെങ്കിൽ CFC, അതുമല്ലെങ്കിൽ ഫ്രിയോൺ. ഇത് ഒട്ടും തന്നെ ടോക്സിക് അല്ല. ഇത് അഗ്നിബാധയ്ക്ക് കാരണമായി മാറുന്നില്ല, പൊട്ടിത്തെറിക്കുകയുമില്ല. അദ്ദേഹം വീണ്ടും ഒരു പ്രസ് കോൺഫറൻസുമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പുതിയതായി കണ്ടെത്തിയ CFC ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെയുള്ള അമ്മമാരെ, വീട്ടമ്മമാരെ രക്ഷിക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാജിക് എലമെൻറ്റ്. അദ്ദേഹം CFC ഉള്ളിലേക്ക് ശ്വസിച്ചെടുത്തു. അതിനുശേഷം ലങ്സ് മുഴുവൻ നിറച്ചു കഴിഞ്ഞ് വെളിയിലേക്ക് അദ്ദേഹം ഊതി. ആ കാറ്റ് നേരെ പോയത് കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ അടുത്തേക്കായിരുന്നു. ആ മെഴുകുതിരി കെട്ടുപോയി. അതിൻ്റെ അർത്ഥം ഇത് ഒട്ടും തന്നെ ടോക്സിക് അല്ല, അതുപോലെ ഇത് കത്തുന്നതുമല്ല. ആളുകൾ വീണ്ടും അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടി. ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റി. CFC ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോയെന്ന് പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമൊന്നുമായി മാറില്ല. റെഫ്രിജറേറ്ററിൽ മാത്രമല്ല CFC ഉപയോഗിച്ചു തുടങ്ങിയത്. എയർ കണ്ടീഷണറിലും അതുപോലെ ഡിയോഡ്രൻറ്റിലും ഒക്കെ CFC വന്ന് നിറഞ്ഞു. CFCയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അധികം ഭാരമൊന്നുമില്ല. അത് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ അങ്ങനെ നിൽക്കില്ല. അത് മുകളിലേക്ക് പോകും. അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള UV റേസുമായിട്ട് ഇത് ഇൻട്രാക്റ്റ് ചെയ്യും. UV റേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് അപകടകാരിയായിട്ടുള്ള ക്ലോറിനെ അത് ഉണ്ടാക്കിയെടുക്കും. ക്ലോറിൻ അല്പം ദേഷ്യക്കാരനാണ്, CFCയെ പോലല്ല. അവൻ റിയാക്റ്റ് ചെയ്യും. നമ്മുടെ അന്തരീക്ഷത്തിന് ഒരു പാളിയുണ്ട്, ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്ത് ഓസോൺ പാളിയിൽ വിള്ളലുകളുണ്ടായി. ആ വിള്ളലുകളിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിനെ തുടർന്ന് അനവധി ആളുകൾക്ക് സ്കിൻ ക്യാൻസേഴ്സ് വരികയും അവർ മരണപ്പെടുകയും ചെയ്തു. ഭൂമിയിൽ അതിനു മുമ്പ് കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരമുണ്ടായിരുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം തിമിര രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം ഉപരിയായി CFC കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ ഒരു ഹരിതഗ്രഹ വാതകമായിട്ടും പ്രവർത്തിക്കും. ആ കാര്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കേമനാണ് CFC നമ്മുടെ പ്രതലത്തിൽ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭാരക്കുറവായതുകൊണ്ട് അതങ്ങ് അന്തരീക്ഷത്തിലേക്ക് പോകും. അവിടെ ഒരു വലിയ പാളിയായിട്ട് നിൽക്കും. ഭൂമിയുടെ ഉള്ളിലേക്ക് വരുന്ന സൂര്യൻ്റെ പ്രകാശം ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന താപം ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന രീതിയിൽ അതൊരു ആവരണമായിട്ട് പ്രവർത്തിക്കും. ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ആ താപം വെളിയിലേക്ക് യൂണിവേഴ്സിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ അതിനെ അങ്ങനെ കടത്തിവിടുന്നില്ല. ഇത് തടഞ്ഞു നിർത്തുകയാണ്. അതിനെ തുടർന്ന് ഗ്ലോബൽ വാർമിംഗ് ശക്തമായി. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് CFCയുടെ ഒരു സാന്നിധ്യം കാരണമാണ്.
തോമസ് മിഡ്ലെ ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം ദാരുണമായിരിക്കും. സിനിമ പോലെ തന്നെയായിരുന്നു ശരിക്കുമുള്ള ജീവിതവും. അദ്ദേഹത്തിൻ്റെ അന്ത്യവും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് തന്നെ. പക്ഷേ ഈ കണ്ടുപിടുത്തം കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു. 1940 അദ്ദേഹത്തിന് പോളിയോ പിടിപെട്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പാരാലിസിസ് ബാധിക്കപ്പെട്ടു. അദ്ദേഹം മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. പക്ഷേ ഒരു ബ്രില്യൻ്റായിട്ടുള്ള എൻജിനീയറായ സയൻറ്റിസ്റ്റായിട്ടുള്ള തോമസിന് അങ്ങനെ ഒരു പരസഹായത്തോടു കൂടി എണ്ണീക്കേണ്ടെന്ന് തോന്നി. സ്വയം എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അദ്ദേഹം ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്തു. റോപ്പ് അല്ലെങ്കിൽ അതായത് കയറുപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഇതിനൊരു പുള്ളിയുണ്ട്. അപ്പോൾ അദ്ദേഹം കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ആ പുള്ളിയിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ കയറിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള സിസ്റ്റം അദ്ദേഹത്തെ എടുത്ത് വെളിയിലേക്ക് നിർത്തും. അതായത് മറ്റൊരാളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും. 4 വർഷം കടന്നുപോയി. 1944 നവംബർ മാസം 2-ാം തീയതി പതിവ് പോലെ തന്നെ അദ്ദേഹം ആ പുള്ളിയിലൊന്ന് പ്രസ് ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മെക്കാനിക്കൽ കയറുകൾ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ അതിന് എന്തോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതിന് പകരം അദ്ദേഹത്തെ നേരെ കുഴിയിലേക്ക് കടത്തുകയായിരുന്നു. ആ കയറ് നേരെ കുടുങ്ങിയത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലായിരുന്നു. ആ കഴുത്തിൽ കുടുക്ക് വീണതോടുകൂടി ശ്വാസം കിട്ടാതെ അദ്ദേഹം പെടഞ്ഞ് മരിച്ചു. ഒരു പ്രശസ്തനായ ഹിസ്റ്റോറിയൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് ഒരൊറ്റ മനുഷ്യനാണ്. ബാക്കിയുള്ള സകല മനുഷ്യന്മാരും ചേർന്ന് ഒരുമിച്ച് ചെയ്തിട്ടുള്ള പ്രവൃത്തിയേക്കാൾ കൂടിയ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രകൃതിക്കെതിരെയായി ഉണ്ടായിട്ടുള്ളത്. ഈ കഥയിലെ നായകൻ ക്ലെയർ പാറ്റേഴ്സൺ ആണ്. അദ്ദേഹം നിരന്തരമായി ലെഡിനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരുന്നു. നിരന്തരമായി ഗവൺമെൻറ്റുകൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും അദ്ദേഹം കത്തുകൾ എഴുതി പോരാടിക്കൊണ്ടേയിരുന്നു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് പണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഒരു തെറ്റുകാരനായി മുദ്രകുത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടെയൊന്നും തളർന്നു വീഴാതെ നിരന്തരമായി മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലോടുന്ന സകല വാഹനങ്ങളിൽ നിന്നും ലെഡിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള ഉത്തരവിറക്കി. അതിനുശേഷം ലോകം മുഴുവനും ആ ഉത്തരവ് വ്യാപിച്ചു. ലെഡില്ലാത്ത അൺലെഡഡ് പെട്രോളാണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം തന്നെ നടത്തി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം ഏറ്റവും കുറഞ്ഞത് 10 കോടി ജനങ്ങളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ 2 സയൻറ്റിസ്റ്റുകളുണ്ട്. രണ്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് മിഡ്ലെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെയാണ് നമ്മളിവിടെ വില്ലനായിട്ട് ചിത്രീകരിച്ചത്. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റിനും വലിയ അപകടങ്ങളും അബദ്ധങ്ങളും സംഭവിക്കും. അദ്ദേഹത്തെ ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യനായിട്ടൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കേസിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ലെഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. അദ്ദേഹം അത് നേരിട്ട് അനുഭവിക്കുക പോലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു വലിയ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ സ്റ്റെപ്പുകൾക്കും ഓരോ പരിണത ഫലങ്ങളുണ്ട്. ഓരോന്നും നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുത്തി വയ്ക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്കതിലൂടെ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിലൂടെ കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുകയാണെങ്കിൽ ഈ പണത്തിന് എന്താണ് അർത്ഥം? നിങ്ങൾ ഒരു വലിയ കൊലയാളിയായി മാറുകയല്ലേ? ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം മാത്രം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.